ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയർ വിലയിരുത്തുമ്പോൾ കിരീടങ്ങളും റെക്കോർഡുകളും ഗോളുകളും മാത്രമല്ല അദ്ദേഹത്തെ പിന്തുടർന്ന ചില ചോദ്യങ്ങളും ചർച്ചയാകാറുണ്ട്. അതിലൊന്നായിരുന്നു ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിലെ ഗോൾ. ടൊറന്റോയിൽ ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. അതോടൊപ്പം പോർച്ചുഗലിന്റെ ലോകകപ്പ് യാത്ര മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു. ആദ്യ പകുതിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ ക്രൊയേഷ്യൻ പ്രതിരോധത്തിന് കഴിഞ്ഞിരുന്നു. പോർച്ചുഗലിന്റെ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയെങ്കിലും മത്സരത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഇവാൻ പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ ലീഡെടുത്തതോടെ പോർച്ചുഗലിനുമേലും റൊണാൾഡോയ്ക്കുമേലും സമ്മർദ്ദം വർദ്ധിച്ചു. ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ ഇതുവരെ ഗോൾ നേടിയിട്ടില്ലെന്ന കണക്ക് വീണ്ടും ചർച്ചയായി. 60-ാം മിനിറ്റിൽ റൊണാൾഡോ പന്ത് വലയിലെത്തിച്ച് ആഘോഷിച്ചെങ്കിലും ആ ആഘോഷം അധിക നേരം നീണ്ടുനിന്നില്ല. ഓഫ് സൈഡ് പതാക ഉയർന്നു, ഗോൾ അനുവദിച്ചില്ല. എന്നാൽ മത്സരത്തിലെ നിർണായക നിമിഷം എത്തിയത് 68-ാം മിനിറ്റിലായിരുന്നു. വാർ പരിശോധനയ്ക്ക് പിന്നാലെ ലഭിച്ച പെനാൽറ്റി എടുക്കാൻ റൊണാൾഡോ മുന്നോട്ട് വന്നു. സമ്മർദ്ദത്തിന്റെ യാതൊരു ലക്ഷണവും പ്രകടിപ്പിക്കാതെ അദ്ദേഹം പന്ത് വലയിലെത്തിച്ചു. ആ ഗോൾ പോർച്ചുഗലിന് സമനില സമ്മാനിച്ചതിനപ്പുറം ചരിത്ര നേട്ടമായിരുന്നു. ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിലെ റൊണാൾഡോയുടെ ആദ്യ ഗോൾ. 40 വയസ്സിനു ശേഷം ലോകകപ്പ് നോക്കൌട്ടിൽ ഗോൾ നേടുന്ന ആദ്യ താരം. ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ. പോർച്ചുഗലിനായി നേടിയ 146-ാം രാജ്യാന്തര ഗോൾ. വർഷങ്ങളായി അദ്ദേഹത്തെ പിന്തുടർന്ന ഒരു ചോദ്യത്തിന് ആ പെനാൽറ്റി ഗോൾ മറുപടിയായി. എന്നാൽ 80-ാം മിനിറ്റിൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് റൊണാൾഡോയെ പിൻവലിച്ച് ഗോൺസാലോ റാമോസിനെ കളത്തിലിറക്കി. തീരുമാനം താരത്തെ സന്തോഷിപ്പിച്ചില്ലെന്ന് മൈതാനം വിടുമ്പോഴുള്ള പ്രതികരണത്തിൽ വ്യക്തമായിരുന്നു. പക്ഷെ പിന്നീട് മത്സരത്തിന്റെ വിധി നിർണയിച്ചത് അതേ മാറ്റമായിരുന്നു. ഇഞ്ചുറി ടൈമിൽ റാമോസ് നേടിയ ഗോളിലൂടെ പോർച്ചുഗൽ 2-1 മുന്നിലെത്തി. അവസാന വിസിലിന് ശേഷം താരങ്ങൾക്കൊപ്പം വിജയം ആഘോഷിക്കുന്ന റൊണാൾഡോയെ കാണാനായി. ഈ വിജയത്തോടെ പോർച്ചുഗലിന്റെ ലോകകപ്പ് യാത്ര തുടർന്നു. അതിനൊപ്പം റൊണാൾഡോയുടെ ലോകകപ്പ് സ്വപ്നവും. രാജ്യാന്തര ഫുട്ബോളിൽ ഇനി റൊണാൾഡോയ്ക്ക് നേടാനായി ബാക്കിയുള്ളത് ഏറ്റവും വലിയ നേട്ടം ലോകകപ്പ് കിരീടമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ മറ്റൊരു നിർണായക ചുവടുവയ്പായി ക്രൊയേഷ്യക്കെതിരായ മത്സരം മാറി. അടുത്ത വെല്ലുവിളി സ്പെയിനാണ്. എന്നാൽ ടൊറന്റോയിലെ ഈ രാത്രി ഒരു കാര്യം വ്യക്തമാക്കി. പ്രായത്തെക്കുറിച്ചും ഫോമിനെ കുറിച്ചും ചർച്ചകൾ തുടരാം. പക്ഷേ ലോകകപ്പിന്റെ വലിയ വേദിയിൽ നിർണായക നിമിഷങ്ങളിൽ സ്വാധീനം ചെലുത്താനുള്ള റൊണാൾഡോയുടെ കഴിവ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല.